കോക്ടെയിലിൽ മയക്കുമരുന്ന് നൽകി ഭർത്താവിനെ കൊന്നു. പിന്നീട് ആ ഭർത്താവിന് സമർപ്പിച്ച് പുസ്തകരചനയും. കോറി റിച്ചിൻസ് കുറ്റക്കാരിയെന്ന് കോടതി. അമിതമായ അളവിൽ മാരക മയക്കുമരുന്ന് നൽകി ഭർത്താവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് യൂട്ടാ സ്വദേശിയായിട്ടുള്ള യുവ എഴുത്തുകാരി കോറി റിച്ചിൻസിനെ ഇപ്പോൾ കോടതി കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയത്. US കോടതിയാണ് 35 വയസ്സുകാരിയെ ശിക്ഷിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. 2022 മാർച്ച് 4 ഭർത്താവ് എറിക് റിച്ചിൻസ് എന്ന യുവാവിനെ ഈ കോറി റിച്ചിൻസ് കൊലപ്പെടുത്തുന്നത്. കോക്ടെയിലിൽ അമിതമായ അളവിൽ മയക്കുമരുന്ന് കലർത്തി നൽകിയായിരുന്നു ആ കൊലപാതകം. ഏതാണ്ട് 2 ആഴ്ചയോളം നീണ്ടുനിന്ന വിചാരണയ്ക്കൊടുവിലാണ് ഈ കേസിൽ ഇപ്പോൾ ഈ പ്രതി കുറ്റക്കാരിയാണെന്നുള്ള വിധി വന്നത്. കൊലപാതക ശ്രമം, ഇൻഷുറൻസ് തട്ടിപ്പ്, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങളൊക്കെയാണ് ഈ പ്രതിക്കെതിരെ ഇപ്പോൾ തെളിയുന്നത്. ആ മയക്കുമരുന്ന് നൽകിയ ആൾ ഉൾപ്പെടെ ഏതാണ്ട് 40ഓളം സാക്ഷികളെ കേസിൽ വിസ്തരിച്ചിരുന്നു. എന്തായിരുന്നു അവൾ ഇങ്ങനെ ഭർത്താവിനെ കൊല്ലാനുള്ള തീരുമാനമെടുക്കാൻ കാരണം? ഭർത്താവിന്റെ പേരിൽ ഏതാണ്ട് 37 കോടി രൂപയോളം വില വരുന്ന ഒരു എസ്റ്റേറ്റ് ഉണ്ട്. ആ എസ്റ്റേറ്റ് കൈക്കലാക്കണം. മാത്രമല്ല, അവൾക്ക് മറ്റൊരു ആൺസുഹൃത്തുണ്ട്. ആ ആൺസുഹൃത്തുമായുള്ള ബന്ധം അത് നിലനിർത്തണം. അയാൾക്കൊപ്പം ജീവിക്കണം. ഇതായിരുന്നു കോറി റിച്ചിൻസിനെ ഭർത്താവിനെ കൊലപ്പെടുത്താനുള്ള നീക്കത്തിലേക്ക് എത്തിച്ചതെന്നാണ് പ്രോസിക്യൂഷന്റെ കണ്ടെത്തൽ. സംഭവ സമയം റിച്ചിൻസിന് വലിയ കടബാധ്യത ഉണ്ടായിരുന്നുവെന്നും പ്രോസിക്യൂഷൻ പറയുന്നു. ഭർത്താവിനെ കൊലപ്പെടുത്തി ആ സ്വത്ത് കൈക്കലാക്കാം. മറ്റൊന്ന്, ഭർത്താവിന്റെ പേരിലെടുത്ത ഇൻഷുറൻസ് തുകയുണ്ട്. ആ ഇൻഷുറൻസ് തുകയും സ്വന്തമാക്കാം. അതായിരുന്നു അവളുടെ ലക്ഷ്യം. നേരത്തെയും സമാനമായിട്ടുള്ള ഒരു കൊലപാതക ശ്രമം ഇവളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അന്ന് സാൻഡ്വിച്ചിലാണ് വിഷം കലർത്തി കൊല്ലാൻ ശ്രമിച്ചത്. ഇത്തവണ ഭർത്താവിന് ഈ കോക്ടെയിൽ ഒഴിച്ച മദ്യം നൽകിയ ശേഷം ഞാൻ ഉറങ്ങാൻ പോയി എന്നും പിന്നീട് തിരികെ വന്നപ്പോൾ ഭർത്താവിന് അനക്കമില്ലായിരുന്നു എന്നാണ് കോറി റിച്ചിൻസ് ആദ്യം പോലീസിനെ വിളിച്ചറിയിക്കുന്നത്. അങ്ങനെ അമിതമായ അളവിൽ മയക്കുമരുന്ന് നൽകിയാണ് ആ ഭർത്താവിന്റെ ജീവൻ അവൾ എടുക്കുന്നത്. തുടർന്ന് സ്വാഭാവിക മരണമായത് ചിത്രീകരിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു. കോടതി കുറ്റക്കാരി എന്ന് വിധിക്കുന്നത് നിസ്സംഗതയോടുകൂടിയാണ് അവൾ ആ ന്യായപീഠത്തിന് മുന്നിൽ കേട്ടിരുന്നത്. Count 1, aggravated murder. We, the jury, unanimously find that the defendant, Corey Richins, is guilty of aggravated murder. We, the jury, unanimously agree that the prosecution has proved the following circumstance or circumstances regarding count 1 beyond a reasonable doubt. The homicide was committed for pecuniary gain, and the homicide was committed by means of the administration of any substance administered in a lethal amount, dosage, or quantity. Count 2, attempted aggravated murder. We, the jury, unanimously find that the defendant, Corey Richins, is guilty of attempted aggravated murder. We, the jury, unanimously agree the prosecution has proved the following circumstances regarding count 2 beyond a reasonable doubt. The attempted homicide was committed for pecuniary gain. Count 3, insurance fraud. We, the jury, unanimously find that the defendant, Corey Richins, is guilty of insurance fraud. Count 4, insurance fraud. We, the jury, unanimously find that the defendant, Corey Richins, is guilty of insurance fraud. Count 5, forgery. We, the jury, unanimously find that the defendant, Corey Richins, is guilty of forgery. It's signed by the foreperson. Please have his seat. അങ്ങനെ വിവിധ വകുപ്പുകൾ പ്രകാരം അവൾ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തി. ഈ ഭർത്താവിന്റെ മരണശേഷം കോറി റിച്ചിൻസ് കുട്ടികൾക്ക് വേണ്ടി ഒരു പുസ്തകവും എഴുതി. എന്നിട്ട് ഭർത്താവിന്റെ വിയോഗത്തിലുള്ള ദുഃഖം
പ്രകടമാക്കുന്നതായിരുന്നു ആ പുസ്തകത്തിന്റെ ഉള്ളടക്കം. ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ നഷ്ടപ്പെട്ടാൽ അത് എങ്ങനെ തരണം ചെയ്യാം, അത് കുട്ടികൾ എങ്ങനെ തരണം ചെയ്യാൻ അവരെ പ്രാപ്തരാക്കാം, ഇതൊക്കെയായിരുന്നു ആ പുസ്തകത്തിലെ കണ്ടന്റ്. തന്റെ ജീവിതത്തിലെ അനുഭവമാണെന്നും കോറി റിച്ചിൻസ് പറയുന്നു. ആർ യു വിത്ത് മീ എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഭർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നു എന്നാണ് കോറി ആ പുസ്തകത്തെ പറ്റി പറയുന്നത്. മികച്ച ഒരു അച്ഛനായിരുന്നു എറിക് റിച്ചിൻസ് എന്നും ആ പുസ്തകത്തിൽ അവൾ എഴുതിയിട്ടുണ്ട്. ഈ അമിതമായ അളവിൽ മയക്കുമരുന്ന് അകത്തു ചെന്നതാണ് ഈ മരണത്തിന് കാരണമെന്ന് പിന്നീട് നടന്ന പരിശോധനയിൽ, മൃതദേഹത്തിന്റെ പരിശോധനയിലാണ്, പോസ്റ്റ്മോർട്ടത്തിലാണ് കണ്ടെത്തുന്നത്. അങ്ങനെയാണ് പോലീസ് അന്വേഷണം ആ തരത്തിൽ നടത്തുന്നത്. കോറി റിച്ചിൻസ് വലിയ തോതിൽ മയക്കുമരുന്ന് വാങ്ങിയതിന്റെ തെളിവുകൾ പോലീസ് ആദ്യം ശേഖരിച്ചു. 2022 ഫെബ്രുവരിയിലെ വാലന്റൈൻസ് ഡേയിൽ ഈ കോറി റിച്ചിൻസ് ഭർത്താവിന് ഈ മയക്കുമരുന്നുകൾ അമിതമായ അളവിൽ നൽകിയിരുന്നു എന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. മയക്കുമരുന്ന് വാങ്ങി 3 ദിവസത്തിന് പിന്നാലെ വന്ന പ്രണയദിനം രണ്ടുപേരും ഒരുമിച്ചാണ് അന്ന് അത്താഴം കഴിച്ചത്. അതിനുശേഷം ഈ എറിക് റിച്ചിൻസിന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ സംഭവത്തിന് ശേഷം ഭാര്യ തനിക്ക് വിഷം നൽകിയെന്ന് കരുതുന്നു എന്ന് ഒരു സുഹൃത്തിനോട് എറിക് സംശയം പ്രകടിപ്പിച്ചിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഭർത്താവിനെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ കോറി റിച്ചിൻസ് എന്ന പ്രതി ഇന്റർനെറ്റ് നടത്തിയ അന്വേഷണങ്ങൾ, ബ്രൗസിംഗ് ഹിസ്റ്ററി ആ കേസിൽ നിർണായക തെളിവായിരുന്നു. സമ്പന്നരായവർക്കുള്ള ആഡംബര ജയില്, ലൈഫ് ഇൻഷുറൻസ് പോളിസികളുടെ ക്ലെയിം നേടിയെടുക്കാൻ എത്ര സമയം എടുക്കും, ഇനി നുണപരിശോധനയ്ക്ക് പോലീസ് നിർബന്ധിക്കാൻ കഴിയുമോ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ കോറി റിച്ചിൻസ് ഇന്റർനെറ്റിൽ തിരഞ്ഞത്. ആ ഹിസ്റ്ററി മുഴുവൻ പോലീസ് എടുത്തു. മയക്കുമരുന്നിന്റെ മാരകമായ അളവ് എത്രയാണ്, മരണ സർട്ടിഫിക്കറ്റിൽ മരണകാരണം മാറ്റാൻ കഴിയുമോ, ഐഫോണിലെ വിവരങ്ങൾ എന്നേക്കുമായി എങ്ങനെ ഒഴിവാക്കാം, ഇങ്ങനെ പല കാര്യങ്ങൾ പ്രതി ബ്രൗസ് ചെയ്ത് നോക്കിയിരുന്നു. മാത്രമല്ല, ഇൻഷുറൻസ്, ഫെഡറൽ അന്വേഷണം ഇവയൊക്കെയായിട്ട് ബന്ധപ്പെട്ട ചില ലേഖനങ്ങൾ അവർ ഇന്റർനെറ്റിലൂടെ വായിച്ചതായും കണ്ടെത്തി. അങ്ങനെ ഫെഡറൽ അന്വേഷണത്തിന്റെ കീഴിലാണെന്ന് സൂചിപ്പിക്കുന്ന അടയാളങ്ങൾ എന്തെല്ലാം, മരണത്തിന് ശേഷം ഇൻഷുറൻസ് ക്ലെയിം വൈകുന്നത് എന്തുകൊണ്ട്, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ആണ് ഈ പ്രതി ലേഖനങ്ങൾ വായിച്ചത്. അതിൽ നിന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ പ്രോസിക്യൂഷന് ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ കഴിയുമായിരുന്നു. എന്തായിരുന്നു അവളുടെ ലക്ഷ്യം, എന്തിനാണ് ഭർത്താവിനെ കൊന്നത്? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.